ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് SSC GDയുടെ GKയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടാർഗറ്റ് സ്കോറിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് GDയുടെ GK വെയിറ്റേജ് എങ്ങനെയാണെന്ന് അറിയാം. എല്ലാത്തിനും ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ. അപ്പോൾ GKയിൽ അത്രയും വെയിറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. കാരണം അതൊരു വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല GK എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡും കൂടെയാണ് ഇതെന്ന് പറയുന്നത് GK. അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് നേടിയെടുക്കാം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പിക്സുകൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കോളാം, എത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് വരുന്നതെന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും നാൾ നടന്ന എക്സാംസിൻ്റെ ഒരു അനാലിസിങ്ങിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷൻ നമ്മുടെ GKയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റിക് GK. റിസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന റിലവൻ്റ് ആയിട്ട് നടക്കുന്ന ഫാക്റ്റുകളെ പറ്റി പറയുന്നതാണ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എന്തായാലും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക് GKയുടെ ഡിവൈഡഡ് പോർഷൻസ് നമുക്ക് പറഞ്ഞു തരാം. എന്തായാലും ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കവർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്. സ്പോർട്സ്, ഈ സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞാൽ റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതും ഈ പറയുന്ന പോലെ തന്നെ കറണ്ട് അഫേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് GKയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളുണ്ട്. അത് എന്ത് ചെയ്തിരിക്കുന്നു, കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കും. കാരണം റീസെൻ്റ്ലി നടന്ന കുറേ കാര്യങ്ങൾ, കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നതും സ്റ്റാറ്റിക് GK എന്ന് പറയുന്നതും ഏകദേശം ടൈപ്പിലായിരിക്കും നിന്ന് പോകുന്നത്. അവർ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. കറണ്ട് അഫേഴ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, 2 to 3 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സ് എന്ന രീതിക്ക് വരും. അതായത് ഈ 2023 എന്ന് പറഞ്ഞൊരു വർഷം എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ 2024 എന്ന് പറഞ്ഞൊരു വർഷം എടുത്ത് ചോദിക്കുന്നതാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ സ്റ്റാറ്റിക് GK എന്ത് തന്നെയാണ്, കറണ്ട് അഫേഴ്സിൻ്റെ ഒരു വകഭേദം പോലെ കറണ്ടിൽ നടന്ന എന്തോ കാര്യത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്റ്റാറ്റിക് GKയിൽ കയറി വരുന്നതെന്നുള്ളൊരു സംഭവം കൂടെ ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത സ്പോർട്സ് ആയാലും ഇതുപോലെ തന്നെയാണ്, സ്റ്റാറ്റിക്കിലും ഉൾപ്പെടും കറണ്ടിലും ഉൾപ്പെടും. അതായത് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മേജർ ടോപ്പിക്കാണ്. അതിന് കുറേ ഡിവിഷനിങ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. എന്തായാലും 3 to 4 ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്ന് വരുന്നുണ്ട്, സ്പോർട്സിൽ നിന്ന് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ വരുന്ന സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഏറ്റവും മുൻതൂക്കത്തോടെ 3 to 4 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൊളിറ്റിക്സിൽ നിന്ന് എത്ര ചോദിക്കുന്നുണ്ട്, 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ജോഗ്രഫിയിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, 2 to 3 ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നും ഉണ്ട്. അപ്പോൾ ജോഗ്രഫി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കും. കാരണം ഇതെല്ലാം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ആ സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി അടുത്ത എക്കണോമിക്സും ഇതേ ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. 2 to 3 ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് വരുന്നുണ്ട്. എക്കണോമിക്സിലാണ് ഏതൊക്കെ വരുന്നത്, നമ്മുടെ 5-year പ്ലാൻ, സെൻസസ്, ഇതെല്ലാം ഇങ്ങനത്തെ കണക്കെടുപ്പുകൾ വരുന്നത് നമ്മുടെ ഏതാണ്, പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എക്കണോമിക്സിലാണ്. ഇനി അടുത്ത് കറണ്ട് അഫേഴ്സ് ഈ പറയുന്നുണ്ട് 2022 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്കിപ്പോൾ എന്താണ് 2024-25 എക്സാം ആണ്. അപ്പം 2022 തൊട്ട് 2024 വരെയുള്ള കറണ്ട് അഫേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ജനറൽ സയൻസ്, നമ്മുടെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്ന് പറയുന്ന അതിൽ നിന്ന് എത്ര ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 2 to 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏതിൽ വരുന്നത്, നമ്മുടെ എക്സാംസുകളിൽ വരുന്നത് കേട്ടോ. GDയുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ, 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എത്ര മാർക്കിന്, 40 മാർക്കിന്. 40 മാർക്കിന് 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആ 20 ക്വസ്റ്റ്യൻസിൽ 15 എണ്ണമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടേ. 5 എണ്ണം പോട്ടെ അറിഞ്ഞുകൂടാന്ന് വയ്ക്കാം, പക്ഷേ 15 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത്രയും ഫീൽഡുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ടോപ്പിക്സ് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ GK പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഓരോ ടോപ്പിക്സും എടുത്തു വെച്ച് ഡെയിലി പഠിച്ച് പോവുക. അതിൻ്റെ പല ടൈപ്പ് ഓഫ് PDFs-ഉം അതിൻ്റെ പല ടൈപ്പ് ഓഫ് യൂട്യൂബ് ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്സ് എന്ത് ചെയ്യുക, കവർ ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ ബുക്സുകളുണ്ട് അല്ലേ, സ്റ്റാറ്റിക് GKക്ക് വേണ്ടി സെപ്പറേറ്റ് ബുക്ക് തന്നെ നിയോൺ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ്റെ ഗോഡ് ഫാദർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിക്ക് ബുക്സുകളുണ്ട് നിങ്ങൾക്ക് നോക്കി വെച്ച് പഠിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്ത് പഠിക്കാനായാലും ബുക്സുകളുണ്ട്, യൂട്യൂബ് ക്ലാസ്സസുകളുണ്ട്. അപ്പോൾ എങ്ങനെ വേണം നിങ്ങൾക്ക് പഠിക്കാം, പക്ഷെ അത് കൃത്യമായ ചിട്ടയായ രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
സ്റ്റാറ്റിക് ജി കെയുടെ പോർഷൻസ് കവറപ്പ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. സ്റ്റാറ്റിക് ജി കെയുടെ പോർഷൻസ്, കാരണം അതിൽ നിന്നാണ് വെയിറ്റേജ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇന്നൊരു ദിവസം ആർട്സ് ആൻഡ് കൾച്ചേഴ്സ് പഠിക്കുന്നെങ്കിൽ ഡാൻസ് ആൻഡ് ഡാൻസേഴ്സ് പഠിക്കണം. അങ്ങനെ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് പോകണം. ഇത്രയും ടോപ്പിക്സ് ആണ് മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതേതൊക്കെയാണ്? ഒന്ന് ആർട്സ് ആൻഡ് കൾച്ചറാണ്. ആർട്സും കൾച്ചറും ഇന്ത്യയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളൊരു ക്രോസ് ചെക്കിംഗ് ആണ് ഈ ഒരു എക്സാമിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ്. ഓരോരുത്തരെയും ഓരോ കൾച്ചർ ഡിഫറൻസിൻ്റെ കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും അതിൽ ഉൾപ്പെട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് ഒന്ന് എന്താണ്? ഡാൻസ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് പറയുന്നതാണ്. ഡാൻസേഴ്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻറ്റ് ഡാൻസും അതിൻ്റെ ഡാൻസേഴ്സും, ക്ലാസിക്കൽ ഡാൻസും ഉണ്ട്, ഫോക്ക് ഡാൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡാൻസേഴ്സിനെ പറ്റിയും ചോദിക്കാറുണ്ട്. ഡാൻസേഴ്സിന് കിട്ടിയ അവാർഡ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. പത്മശ്രീ പോലെയുള്ള, ഭാരത് രത്ന പോലെയുള്ള, പത്മഭൂഷൺ പോലെയുള്ള, അങ്ങനത്തെ പല രീതിക്ക് സംഗീത നാടക അക്കാദമി പോലെയുള്ള അവാർഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ റിലേറ്റ് ചെയ്ത് തന്നെ ചോദിക്കാറുണ്ട്. ഡാൻസ് ആൻഡ് ഡാൻസേഴ്സിനെ റിലേറ്റും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മ്യൂസീഷ്യൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓരോ മ്യൂസീഷ്യൻസ് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് മ്യൂസിക് റിലേറ്റഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ്. അല്ലാതെ എല്ലാം വാരി വലിച്ച് പഠിക്കണമെന്നുള്ളൊരു കാര്യമല്ല ജി കെയിൽ പറയുന്നത്. എന്ത് പഠിക്കുക? മ്യൂസീഷ്യൻസ് ആൻഡ് ഘരാന എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഡാൻസ് ആൻഡ് ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡാൻസ്, ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോക്ക് ഡാൻസസ് ഉണ്ട്. ആ ഡാൻസിൽ പ്രത്യേകം നേടിയ കുറേ കലാകാരന്മാരും ഉണ്ട്. അവരെക്കുറിച്ചും എന്ത് ചെയ്യുക? ഒപ്പം പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്ത് ഫെസ്റ്റിവൽസ് ആൻഡ് ഫെയേഴ്സ് ഉണ്ട്. ഓരോ ഫോക്ക് ഫെസ്റ്റിവൽസ് ഉണ്ടല്ലേ, ഓരോ ഫെയേഴ്സ് ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ, ഓരോ സ്റ്റേറ്റുകളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓരോന്ന് എന്തായിരിക്കും? ചിലപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ഫെസ്റ്റിവലായിട്ട് ചെയ്യുന്നതായിരിക്കാം, വെഡ്ഡിങ് സെറിമണികളിൽ കളിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ബോയ്സ് കളിക്കുന്നതായിരിക്കാം, അൺമാരീഡ് ബോയ്സ് കളിക്കുന്ന, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽസുകളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക? ഡാൻസ് ആൻഡ് ഫെസ്റ്റിവൽസിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫെസ്റ്റിവൽസും ഡാൻസും എല്ലാം എന്താണ്? മസ്റ്റാണ്. ഓരോ സ്റ്റേറ്റ് ഫെസ്റ്റിവൽസും ഉണ്ട്. ന്യൂ ഇയർ ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞും, അതുപോലെ തന്നെ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് പല രീതിക്ക് ഫെസ്റ്റിവൽസ് നടത്താറുണ്ട്. അതൊക്കെ ഏത് സ്റ്റേറ്റിലെയാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്ത് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. അവാർഡ്സ് പല തരത്തിലുള്ള അവാർഡ്സ് ഉണ്ട്. സ്പോർട്സ് റിലേറ്റഡ് അവാർഡ്സ് പോലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആർട്സ് ആൻഡ് കൾച്ചറിൽ വരുന്ന അവാർഡ്സുകളുണ്ട്. അങ്ങനെ അവാർഡ്സ് റീസെൻ്റ്ലി കിട്ടിയ എല്ലാ അവാർഡ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഊഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ ബുക്സ് ഓതേഴ്സുകളുണ്ട്. ആ ഓതേഴ്സിൻ്റെത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മുൾക്രാജ് ആനന്ദ്, സുധാമൂർത്തി, ഈ പറയുന്ന അരുന്ധതി റോയ്, സൽമാൻ റഷ്ദി എന്നൊക്കെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരത് ആദ്യമേ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന ക്ലാസിക്കൽ ബുക്സുകളുണ്ട്, ആ ബുക്സുകൾ പഠിച്ചു വെക്കുക. പിന്നെ ഹിസ്റ്ററിയിൽ തന്നെ കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ടത്തെ ആൾക്കാർ ബുക്സുകൾ എഴുതിയിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് റീസെൻ്റ്ലി ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പേഴ്സൺ ഇൻ ന്യൂസ് ഉണ്ടല്ലോ, ആ ന്യൂസിൽ കണ്ട ആളാരെങ്കിലും മരിച്ചുപോയി, ആ മരിച്ചുപോയ ആൾ ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അല്ലെങ്കിൽ ആ ആൾക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവാർഡ് കിട്ടിയ ആൾക്ക് എഴുതിയ ബുക്കുകളെ പറ്റി ചോദിക്കും. അവരുടെ ഓട്ടോബയോഗ്രഫീസ്, അവരുടെ ഷോർട്ട് നോവൽസുകൾ, ഇതെല്ലാം എന്ത് ചെയ്യും? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവാർഡ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫീൽഡാണ്. പക്ഷെ അത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ആളാണ്, ഡെയിലി പേപ്പർ വായിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വീക്ക്ലി ഒരു നിങ്ങളുടെ ഹിന്ദു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ റീഡിങ്സ് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഓർഗനൈസേഷൻസ് ആൻഡ് സ്കീംസ്. ഓരോ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, നമ്മുടെ WHO പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ യുണിസെഫ് പോലെയുള്ള, ഇങ്ങനെയൊക്കെ പല പല ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഫുൾ ഫോമും അറിഞ്ഞിരിക്കണം, ഇവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്ത് അറിഞ്ഞിരിക്കണം? അവരെന്തെങ്കിലും സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഓരോ സ്റ്റേറ്റ് വൈസ് പല പല സ്കീംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹൗസിങ്ങിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, ഫുഡ് ആൻഡ് പോവർട്ടിക്ക് വേണ്ടി, അതുപോലെ മാരീഡ് ഗേൾസിന്, യങ്സ്റ്റർ ഗേൾസിന് വേണ്ടിയുണ്ട്, ചിൽഡ്രൻസിന് വേണ്ടി, അങ്ങനെ പല രീതിക്ക് സ്കീംസുകൾ അനൗൺസ് ചെയ്യും. അപ്പം നിങ്ങൾ സ്കീംസ് ഒക്കെ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഒരു 2020 ശേഷമുള്ള എല്ലാ സ്കീംസും എന്ത് ചെയ്യുക? ഏറ്റവും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്കീംസുകളുണ്ടല്ലോ, നമുക്ക് മുദ്ര യോജന എന്ന് പറയുന്ന കുറേ യോജനാസുകളുണ്ട്. അതെല്ലാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതെല്ലാം എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക.
ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. ഓർഗനൈസേഷൻസ് പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡേയ്സ് പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇപ്പോൾ മലേറിയ ഡേ പോലെയുള്ള, ട്യൂബർകുലോസിസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വാട്ടർ ഡേ, ഓഷ്യൻ ഡേ, ഇതൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേയ്സും ഉണ്ട്. അതും എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്, അത് നിങ്ങൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ അത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നെങ്കിൽ അന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അത് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെമ്മറിയിൽ ഫീഡ് ആയിക്കോളും. ഇതുപോലെ മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ്, റിസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണേഴ്സ്. ഇപ്പം ഏതെങ്കിലും ഒരു ബീഹാറിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിലോ ഒക്കെ പുതിയ ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പുതിയ ചീഫ് മിനിസ്റ്റർ ഉണ്ടായി, അങ്ങനത്തെയൊക്കെ പുതിയ അപ്പോയിൻമെൻറ്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക. അതെന്തായാലും ചോദിക്കുന്ന പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 3 months ടൈമുണ്ട്. ഇതിനുള്ളിൽ ഓരോ ടോപ്പിക്സ് വെച്ച് കവർ ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ലൊരു ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളുക. ഓക്കെ, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഏറ്റവും ലാസ്റ്റ് നിമിഷത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പറയുന്ന പോലെ തന്നെ ഓരോ അപ്പോയിൻമെൻറ്റ്സും ചിലപ്പോൾ ഇപ്പോൾ CEO മാറുന്നത്, ചീഫ് സെക്രട്ടറികൾ മാറുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ചീഫ് അഡ്മൈറൽസ് മാറുന്നത്, ഇങ്ങനെയൊക്കെ പല രീതിക്ക് ഓരോ ഡയറക്ടർ ജനറലേഴ്സ് മാറുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് യുനെസ്കോ സൈറ്റുകൾ? അത് യുനെസ്കോ സൈറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഏതെങ്കിലും യുനെസ്കോ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹെറിറ്റേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൾച്ചറൽ ഇൻടാഞ്ചിബിൾ ആയിക്കോട്ടെ, എങ്ങനെ രീതിയിലായാലും ഇന്ത്യ എന്തെങ്കിലും പാർട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിലിംഗ് എഴുതി ചെയ്തോണം, സ്റ്റാറ്റിക് GKയിൽ ചെയ്തോണം. ഇന്ത്യ എവിടെയെങ്കിലും പ്രശസ്തി കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ, ഇനി അടുത്ത് സ്പോർട്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്റ്റാറ്റിക് GKയിലും കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആണ് ശരിക്കും സ്റ്റാറ്റിക് GK വരുന്നത്. അതുപോലെ തന്നെ സ്പോർട്സിന്റെ ഇവന്റ്സ് പഠിക്കുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ആദ്യം സ്പോർട്സിൽ പഠിക്കേണ്ടത് അതിൻ്റെ ടെർമിനോളജീസ് ആണ്. ഓരോ ടെർമിനോളജി ഉണ്ട്, സ്പോർട്സിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളുണ്ട്. പിച്ച്, നെറ്റ്, ബോള്, ഡ്യൂസ്, അങ്ങനെയൊക്കെ പറഞ്ഞ ലവ്, ലെറ്റ്, ഇതൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ടെർമിനോളജീസ് ആണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഇതൊക്കെ കിട്ടുന്ന ഏതിലാണ്, നമ്മുടെ ഫുട്ബോളിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഗെയിമുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള ടെർമിനോളജീസ് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്പോർട്സ് ആണ് നിങ്ങൾ പഠിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫീൽഡ് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നല്ല പോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് അല്ലാത്ത ടോപ്പിക്ക് പഠിക്കുക. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ പഠിച്ചു പോവുക. ഇനി അടുത്ത് സ്പോർട്സിൻ്റെ ട്രോഫികൾ, സന്തോഷ് ട്രോഫി, നമ്മുടെ ബാഡ്മിൻ്റണിന് പല രീതിക്കുള്ള ട്രോഫികളുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ എല്ലാ രീതിക്കുള്ള ട്രോഫികൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു പോവുക കേട്ടോ. രാജാ രത്തൻ ട്രോഫി, ഇന്ദിരാഗാന്ധി ട്രോഫി, ജവഹർലാൽ നെഹ്റു ട്രോഫി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല ട്രോഫീസ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ പുറമേ ആയിട്ട് ഓരോ ഇപ്പോൾ ഫുട്ബോളിനായിക്കോട്ടെ, ഹോക്കിക്ക്, പോളോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കപ്സ് ഉണ്ട്, നമുക്ക് എന്തുണ്ട്, കപ്പുണ്ട്, ട്രോഫീസ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, മാക്സിമം ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അത് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്പോർട്സ് പേഴ്സൺസിൻ്റെ ബർത്ത് പ്ലേസ്, ഇന്ന ആൾ എവിടെ നിന്നാണ് ജനിച്ചത്. ഇപ്പോൾ അഭിനവ് ബിന്ദ്ര ആണെങ്കിൽ എവിടെയാണ് ജനിച്ചത്, ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ എടുത്തിട്ട് അയാളുടെ ബർത്ത് പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ സ്പോർട്സ് പേഴ്സൺ ആൻഡ് ദെയർ ഗെയിംസ്, അവരുടെ ഗെയിംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കും. ഇപ്പോൾ അഭിനവ് ബന്ദ്ര ഷൂട്ടിംഗ് ആണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന PT ഉഷ അത്ലറ്റിക്സ് എന്ന് പറയുന്ന പോലെ, അത് ഏത് സ്പോർട്സുമായിട്ടാണ് ഓരോ ആൾക്കാരും റിലേറ്റഡ് ആണ്. നമുക്ക് അറിയാവുന്ന കോമൺ പേരുകൾ കാണും. പക്ഷേ ഈ റീസെൻ്റ്ലി ന്യൂസുകളിൽ വന്നത്, അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി ഏതിലെങ്കിലും ചാമ്പ്യൻഷിപ്പ് നേടിയ അങ്ങനത്തെ കുഞ്ഞു ഇപ്പോൾ ഈവൻ പാരാ ഒളിമ്പിക്കിലായാൽ പോലും അതിൽ നേടിയ ആൾക്കാരെ പോലും നിങ്ങൾ പഠിക്കേണ്ടത് മസ്റ്റായിട്ടുള്ള ഒരു നീഡാണ്. അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത റിസെൻ്റ് സ്പോർട്സ് പേഴ്സൺ ഇൻ ന്യൂസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിക്കോട്ടെ, ഏതെങ്കിലും ചാമ്പ്യൻഷിപ്പ് ലീഗിൽ പങ്കെടുത്ത്, ടെന്നീസ് ഫെഡറേഷൻ ടീമിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടീമിൽ പുതുതായിട്ട് അവരെന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവർക്ക് എന്തെങ്കിലും ട്രോഫി കിട്ടി, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിൻ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പേര് അവിടെ പരാമർശിച്ചു, അവരെ അവിടേക്ക് സെലക്ട് ചെയ്തു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം വരണമെങ്കിൽ മസ്റ്റായിട്ടും സ്പോർട്സ് റിലേറ്റഡ് കാര്യത്തിൽ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിക്കണം. പിന്നെ സ്പോർട്സ് ഹോസ്റ്റിംഗ് കൺട്രീസ്, നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസ് ഹെൽഡ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്, ഏഷ്യൻ ഗെയിംസിൻ്റെ മസ്കോട്ട് എന്തോ ആണ്, അപ്പം അല്ലെങ്കിൽ പാരാ ഒളിമ്പിക്സ് എവിടെയാണ് ഇനി നടക്കാൻ പോകുന്നത്, ഇനി അടുത്ത് എവിടെയാണ് നടക്കാൻ പോകുന്നത്, മുമ്പ് എവിടെയാണ് നടന്നത്, ഒളിമ്പിക്സ് ഇനി എന്നാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹോസ്റ്റ് കൺട്രീസ് എന്ന് പറയും, അത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ വിന്നേഴ്സ്, ആ ഗെയിംസിൽ പാരാ ഒളിമ്പിക്സിൽ ഏറ്റവും ഫസ്റ്റ് മെഡൽ പട്ടികയിൽ നിൽക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പ് ആരായിരുന്നു കിട്ടിയത്, ഇപ്പം ICC വേൾഡ് കപ്പിൽ ആരാണ് ഫസ്റ്റ് ആയത്, ഏത് ടീമായിരുന്നു, ഏത് ടീമിന് അഗെയിൻസ്റ്റ് ആയിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീൽഡ് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഇത്രയും ഫീൽഡെങ്കിലും മസ്റ്റായിട്ടും പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോർമൽ ടോപ്പിക്സുകൾ പറയുകയാണെങ്കിൽ, എല്ലാത്തിനും വരുന്ന ടോപ്പിക്സ് പറയുകയാണെങ്കിൽ, ഹിസ്റ്ററി ചോദിക്കും. ഹിസ്റ്ററിയിൽ നിന്ന് ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്ന്, മെഡീവൽ ഹിസ്റ്ററിയിൽ നിന്ന്, മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന്, അങ്ങനെയാണ് 3 to 4 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്, നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്? നമ്മുടെ ബാറ്റിൽസ് ഉണ്ടോ, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബക്സാർ വാർ എന്നൊക്കെ പറയുന്ന ഓരോ വാർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസുകൾ, നാഷണൽ മൂവ്മെൻറ്റ്സുകൾ, ഓരോ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഗാന്ധിജി നടത്തിയതായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആര് നടത്തിയതായിക്കോട്ടെ, അവരുടെ ബുക്സുകൾ, അവരുടെ സ്ലോഗൻസുകൾ, ഇതെല്ലാം എന്താണ് ഫ്രീഡം ഫൈറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, 1857 റിവോൾട്ടുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റുകൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ സമ്മിറ്റ്സുകൾ പഠിച്ചു വെക്കുക. എവിടെ വെച്ചാണ് അവർ ഹെൽഡ് ചെയ്തത്, ആരായിരുന്നു ആ സമയത്തെ പ്രസിഡന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. സ്പെഷ്യൽ ഇയേഴ്സ് ഉണ്ടല്ലോ, എന്തിനെങ്കിലും ഇപ്പോൾ ചൗരി ചൗര ഇൻസിഡന്റ് നടന്ന ഇയർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിവോൾട്ട് നടന്ന ഇയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ ഇയർ, വൈസ്രോയുടെ കാര്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതിൽ മസ്റ്റായിട്ടും പഠിക്കണം. മോഡേൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്, അത് പഠിക്കുക. ആൻഷ്യന്റിലാണെങ്കിൽ നമുക്ക് ബുദ്ധിസം, ജൈനിസം, നമ്മുടെ അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേദിക് പീരീഡ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ കവർ ചെയ്താൽ തന്നെ ഹിസ്റ്ററി കഴിയുന്നതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും, മിഡീവലിലാണെങ്കിൽ ഏറ്റവും നമ്മുടെ മുഗൾ പീരീഡ്സിൻ്റെ അതിൻ്റെ കാര്യങ്ങളും, സ്ലേവ് ഡൈനാസ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളും കൃത്യമായി പഠിക്കുക. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഹിസ്റ്ററി ഏകദേശം കവർ ചെയ്ത് മാറും. അപ്പോൾ അത് നിങ്ങൾ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററും എടുത്ത് വെച്ച് പഠിക്കണമെന്നല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം അനലൈസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന ജോഗ്രഫിയാണ്. ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് നെയ്ബറിങ് കൺട്രീസ് ആണ്. നമുക്ക് കുറേ നെയ്ബറിങ് കൺട്രീസ് ഉണ്ട്, അവിടുത്തെ പ്രസിഡന്റിനെ പഠിക്കുക, അല്ലെങ്കിൽ റിപ്പബ്ലിക് പരേഡിൽ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് ആരാണ്, അങ്ങനെയൊക്കെയുള്ള പ്രസിഡൻസുകളെ പറ്റി പഠിക്കുക. അവരുടെ കറൻസി ഏതാണെന്ന് പഠിക്കുക, അവരുടെ ക്യാപിറ്റൽസ് ഏതാണെന്ന് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുമായിട്ട് നമ്മൾ മിലിറ്ററി എക്സസൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. പിന്നെ പറയുന്ന ഫിസിയോഗ്രഫി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് പറയും. ഏത് റീജിയനിലാണ് ഇന്ന സ്ഥലം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പോഗ്രഫി, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ്, സോയില്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. മൗണ്ടെയിൻസ്, സോയില്, ക്രോപ്പ്, റിവേഴ്സ്, മേജർ റിവേഴ്സിനെ പറ്റി പഠിക്കുക. ഡാംസ്, അതിന് മുകളിലുള്ള ഡാംസുകളെ പറ്റി പഠിക്കുക. ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് അറിയാത്ത പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫോറസ്റ്റിനെ പറ്റി പഠിക്കുക. ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ, നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നമുക്ക് റാംസാർ സൈറ്റിൽ ഏതെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത്, ബയോസ്ഫിയർ റിസർവ്സ്, പിന്നെ ലാംഗ്വേജസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, ഓരോരോ കൾച്ചറൽ ഡിഫറൻസിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഏതിൽ വരും, നമ്മുടെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വരും. അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ നിന്ന് വരുന്നതാണ് സെൻസസ്. എന്തായാലും 2 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നുണ്ടായിരിക്കും, സെൻസസിൽ നിന്ന് ഉണ്ടായിരിക്കും. 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 1-2 ക്വസ്റ്റ്യൻ എങ്കിലും ഏതിൽ നിന്നുണ്ടാകും, സെൻസസിൽ നിന്നുണ്ടാകും. പിന്നെ 5 ഇയർ പ്ലാൻ ചോദിച്ചാൽ ആയി, എന്നാലും 5 ഇയർ പ്ലാനും കൂടെ എന്ത് ചെയ്യുക, ബേസ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മറ്റ് ബാങ്കുകളുടെയൊക്കെ കാര്യങ്ങൾ, അതുപോലെ നാഷണൽ ഇൻകം, GDP, GNP, അതിൻ്റെയൊക്കെ മോണിറ്ററി പോളിസികൾ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുക. പിന്നെ എന്താണ് സ്കീമുകൾ, ഇതൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്കീമുണ്ട്. ബാങ്കിങ് സെക്ടറിൽ വരുന്ന കുറേ സ്കീമുകളുണ്ട്, അതെല്ലാം പഠിക്കുക. ഇത്ര ആൾക്കാർക്ക് ഇത്ര ലോൺ കൊടുക്കുക, ബഡ്ജറ്റുകൾ കൊടുക്കുക, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒരു എക്കണോമിക്കലി നിങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിൽ അറിയേണ്ട കുറേ കാര്യമുണ്ട്, അതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് പൊളിറ്റിക്സിലാണെങ്കിൽ നമുക്ക് ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട് കവർ ചെയ്യാൻ. ആർട്ടിക്കിൾസ്, ഷെഡ്യൂൾസ്, പാർട്ട്, എന്നാലും മസ്റ്റായിട്ട് പഠിക്കേണ്ടത് അമെൻമെൻറ്റ്സും ആർട്ടിക്കിൾസും, പ്രസിഡന്റ്, ഗവർണർ, സുപ്രീം കോർട്ട്, ഇവരുടെയൊക്കെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പം പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാം പഠിക്കുക. ആർട്ടിക്കിൾ, പാർട്ട്, ഷെഡ്യൂള്, ഇങ്ങനത്തെയൊക്കെ കുറേ സംഭവമുണ്ട്, അതെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വാസ്റ്റ് ഏരിയസിനെ ഇങ്ങനെയാണ് കവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും ടോപ്പിക്സ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഓരോ ടോപ്പിക്സ് അടിച്ചു പൊളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിനാക്കിളിൻ്റെ ബുക്കുകളുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ പല പല ക്ലാസ്സുകളുണ്ട്, PDF ഫയൽസ് കിട്ടും. ഇതിൻ്റെ ഓരോ ടോപ്പിക്സ്, ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പല പല രീതിയിലുള്ള പല ചാനലിൻ്റെ ഇത് കിട്ടും, GK നോളജുകൾ കിട്ടും. അപ്പം അങ്ങനെ പല രീതിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി ഇതല്ല ഇനി ഒരു ചിട്ടയായ രീതിയിൽ പഠിച്ചു പോകണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സസ് ജോയിൻ ചെയ്യാം. എങ്ങനെയായാലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ കൃത്യമായിട്ട് GK പഠിച്ച് മുന്നേറാനായിട്ട് ശ്രമിക്കുക. GKക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് കൃത്യമായി ഓരോ ദിവസവും ഏത് ടോപ്പിക്ക് വെച്ച് കവർ ചെയ്യണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതിൽ ഏതെടുത്ത് പഠിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ കവർ ചെയ്ത് പോവുക.
ഇതെങ്കിലും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം പറ്റുന്നത് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജിക്കെയും സ്പോർട്സും എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അല്ലെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, നമ്മുടെ എക്കണോമിക്സ് കവർ ചെയ്യുക. ഇത്രയും കവർ ചെയ്യുക. പിന്നെ ജനറൽ സയൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് പോയാൽ മതി. അല്ലാതെ അതിൽ ഒരുപാട് ഡെപ്തിൽ ഇറങ്ങി പഠിക്കണമെന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കി എന്ത് ചെയ്യുക, മുന്നേറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഉയരാനായിട്ട് ശ്രമിക്കുക. ജി കെക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ ആദ്യം നിങ്ങൾ മാത്സ്, റീസണിങ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ജി കെക്ക് വേണ്ടി സമയം കണ്ടെത്തി മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.